നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലൻഡ്യൂറിൻ്റെ 30 നോമിനേഷൻ ലിസ്റ്റ് ഇന്നലെ ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ പുറത്തുവിടുകയുണ്ടായി. നമ്മൾ ഇന്നലെ അർദ്ധരാത്രി തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ 30 ലിസ്റ്റിൽ ഇടം പിടിക്കാതെ പോയ ചിലർ, അത് പിന്നെ വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ട്. റോഡ്രിഗോ എവിടെ? അത് വലിയ തമാശയായി. റോഡ്രിഗോ ഇല്ലാതെ, റോഡ്രിഗോയുടെ അത്ര പോലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യതയില്ല എന്ന് പൊതുവേ ഫുട്ബോൾ പ്രേമികൾ കരുതുന്നവർ പോലും ലിസ്റ്റിലുണ്ട്. അപ്പോൾ റോഡ്രിഗോ ഇല്ല. റോഡ്രിഗോ തന്നെ അതിനെക്കുറിച്ച് തൻ്റെ ട്രോഫികളും അതുപോലെ കഴിഞ്ഞ സീസണിലെ ചില രംഗങ്ങളൊക്കെ വെച്ചുകൊണ്ട് സ്റ്റോറി ഇട്ടു. നെയ്മർ മറുപടിയും പറഞ്ഞു, ലിസ്റ്റ് പ്രശ്നമല്ല, നീ ലോകത്തെ നമ്പർ 5 ഒരാളാണ് എന്ന രൂപത്തിൽ നെയ്മറുടെ മറുപടി, അതായത് മിനിമം ടോപ്പ് 5 എന്നാണ് നെയ്മർ പ്രതികരിച്ചിരിക്കുന്നത്. ക്രാക്ക് എന്ന് കൂടി ഇത് ചേർത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹമില്ല എന്നുള്ളത് വലിയ തമാശയായി തോന്നി. അതോടൊപ്പം തന്നെ മോശമല്ലാത്ത പ്രകടനം കഴിഞ്ഞ സീസണിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം അത് തുടരുന്നു. അദ്ദേഹം ലിസ്റ്റിലില്ല. ഇപ്പം വേണമെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ഗോളടിച്ച് തിമിർത്തു. ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും അധികം ഗോളുകൾ പോയ വർഷം നേടിയിട്ടുള്ള താരമൊക്കെ അദ്ദേഹമാണ്. പക്ഷേ യൂറോപ്പിന് പുറത്തായതുകൊണ്ടാവണം അദ്ദേഹത്തിനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ചിലതൊക്കെ ഒറ്റയടിക്ക് അങ്ങ് ദഹിക്കാത്തതാണ് എന്നതാണ് ഈ യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ ഇപ്പോൾ CR7, റോഡ്രി, അതുപോലെ സല എന്നുള്ളവരൊന്നുമല്ല, മറ്റ് ചില താരങ്ങളെ വെച്ചുകൊണ്ട് ഫോർഗോട്ടൻ 11 ബാലൻഡിയോറിൽ വിസ്മരിക്കപ്പെട്ടിട്ടുള്ള താരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 11 അവർ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. കോർട്ടുവയില്ല എന്നുള്ളതിൽ വലിയ അത്ഭുതത്തിന് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ട് പോയ സീസണിൽ അങ്ങനെ കളിച്ചിട്ടില്ല. ദെൻ കോർട്ടുവയാണ് ഗോൾ കീപ്പറായിട്ട് ഇതിലുള്ളത്, ഈ ഒരു ഫോർഗോട്ടൻ 11 ഗോൾ കീപ്പർ. ഡിഫൻസിൽ ഗാർഡിയോളുണ്ട്, വാൻഡേയ്ക്കുണ്ട്, അറൗഹോ, അഷ്റഫ് ഹക്കീമി എന്നിവർ. മധ്യനിരയിലേക്ക് വരുമ്പോൾ മോഡ്രിച്ച് ഉണ്ട്, ഗുണ്ടോഗൻ കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് ബാഴ്സയ്ക്ക് വേണ്ടി നടത്തിയത്. ബാഴ്സ മോശം സീസൺ കളിക്കുമ്പോഴും ഗുണ്ടോഗൻ നന്നായിട്ട് കളിച്ചു എന്ന കാര്യം മറക്കാതിരിക്കുക. പിന്നെ ഡിബ്രൂയനെ പരിക്ക് പറ്റി കുറേ നാൾ പുറത്തായിരുന്നു. പക്ഷേ മടങ്ങി വന്നപ്പോൾ അദ്ദേഹം തൻ്റെ മികവ് വീണ്ടും കാണിക്കുന്നത് നമ്മളുണ്ട്. അപ്പോൾ മധ്യനിരയിലും മോഡ്രിച്ചും ഗുണ്ടോഗനും ഡിബ്രൂയനെയുമാണ്. മുന്നേറ്റത്തിൽ ഗ്രീസ്മാൻ പോയ സീസണിൽ നല്ല കളി കളിച്ചിട്ടുണ്ട്. ലെവൻഡോസ്കി അത്ര മികവ് കാണിച്ചു എന്ന കാര്യത്തിൽ സംശയമുണ്ട്, എന്നാൽ പോലും ഓക്കെ ആയിരുന്നു. ദെൻ ലിയോ മെസ്സി വളരെ കുറഞ്ഞ മത്സരങ്ങളെ കളിച്ചുള്ളൂ, പരിക്കും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഉള്ള കളികളിൽ അദ്ദേഹം വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഗ്സ് കപ്പ് നേടി MLS, പിന്നെ കോപ്പ അമേരിക്ക നേടുകയും ഉണ്ടായി. പക്ഷേ യൂറോപ്പിന് പുറത്ത് കളിച്ചു എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഇത്തവണ എന്തായാലും ലിസ്റ്റിൽ ഇടമില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ഫോർഗോട്ടൻ 11: കോർട്ടുവ, ഗാർഡിയോള്, വാൻഡൈക്ക്, അറൗഹോ, അഷ്റഫ് ഹക്കീമി, മോഡ്രിച്ച്, ഗുണ്ടോഗൻ, ഡിബ്രൂയനെ, ഗ്രീസി, ലെവൻഡോസ്കി, മെസ്സി. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. നിങ്ങളിതിൽ ഉൾപ്പെട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ പറഞ്ഞവരിൽ വരാത്ത താരങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.